ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയ ഹോം ടൂറാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ എടുത്തേക്കുന്നത്, ഹോം ടൂർ വീഡിയോ. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വ്ളോഗ് എടുത്തപ്പം തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജസ്റ്റ് ഹോം ടൂർ പോലൊരു കുഞ്ഞു വീഡിയോ കൂടെ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന്. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീട് അപ്പോൾ ഇതാണ് നമ്മുടെ റോഡിലെ വഴി, വീടിൻ്റെ മുന്നിലുള്ള വഴിയാണ്. ടാർ ചെയ്ത വഴിയൊന്നുമല്ല, അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട്, അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇനി ഇപ്പുറത്തൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള വഴി പിക്കഴിഞ്ഞാൽ അങ്ങോട്ട് 3-4 വീട് കൂടെ ഉള്ളൂ, അവിടെ എൻഡ് ചെയ്യുവാണ് ആ വഴി. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്, നമ്മുടെ ഗേറ്റും മതിലും കാര്യങ്ങളൊക്കെയാണ്. 2 സൈഡിലും ഓരോ മരം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്ലാവും അപ്പുറത്തെ സൈഡിൽ ഒരു മാവുമാണ് വെച്ചേക്കുന്നത്. അത്ര തന്നെ ഉള്ളൂ ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ വെറൈറ്റി കളറൊക്കെയാണ് ഗേറ്റിന് അടിച്ചേക്കുന്നത്, ഓറഞ്ചും മഞ്ഞയൊക്കെ. കയറി വരുമ്പോൾ 2 സൈഡിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അണ്ട് ഈ കാണുന്ന ചെടിയില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ബോളായിട്ട് വട്ടത്തിൽ വെട്ടി നിർത്താറുണ്ട്. ഇപ്പം മഴയൊക്കെ ആയിട്ട് കിളിച്ച് നിൽക്കും, അതിനകത്ത് ഓൾറെഡി ഒരു കിളിക്കൂടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറയുന്ന ഒരു പ്ലാവാണ്. ഇതിലെല്ലാ സമയത്തും ഇങ്ങനെ ചക്ക ഇട്ടുകൊണ്ടിരിക്കും, ഇപ്പോഴും ചക്കയുണ്ട്. പിന്നെ ഇപ്പം മഴയൊക്കെ പെയ്ത് അത്യാവശ്യം പായലൊക്കെ ആയിട്ട് കിടക്കുവാണ് മതിലും സൈഡ്. അപ്പോൾ ഇത് വീടിൻ്റെ ഒരു സൈഡാണ്. അവിടെ കുറച്ച് ചെടികളും നമ്മൾ മരങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അതായത് അവകാഡോ, സപ്പോട്ട, മാവ്, പിന്നെ 1-2 വഴുതന ചെടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സൈഡിൽ. പിന്നെ ചട്ടിയിൽ കുറച്ച് ചെടിയുണ്ട്. അത്യാവശ്യം ഇപ്പോൾ മഴ മാറി നിൽക്കുവാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും നമ്മൾ ഈ മുറ്റത്ത് ചിപ്സൊക്കെ ഇട്ടിട്ട് 5-6 മാസമേ ആകുന്നുള്ളേ. അതിന് ശേഷം വെച്ചതാണ് ഈ ചട്ടിയും ചെടികളും ഒക്കെ. കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ, മുസാണ്ട. പിന്നെ ആ കാണുന്ന തെറ്റിയില്ല, അതിനകത്ത് ഈ തവണ നന്നായിട്ട് അത്യാവശ്യം പൂ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങി വെച്ച ഒരു ബഡ് തെറ്റിയാണ് അത്. അപ്പോൾ അതാണ് ആ സൈഡിലുള്ള അത്രയും വിഷ്വൽസാണ്. പിന്നെ നമുക്കിവിടെ ഒരു മാവുണ്ട്, കൊട്ടിയോർക്കോണം എന്ന് പറയും. ഇത്തവണ ആദ്യമായിട്ടാണ് ഇതിൽ മാങ്ങ ഉണ്ടാകുന്നത്. അത്യാവശ്യം മാങ്ങയൊക്കെ നമുക്ക് കിട്ടി, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. ഇനി ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. അപ്പം ഇത് കാർപോച്ചാണ്. അവിടെ നമ്മളിപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഞാൻ കാണുന്നത്. പിന്നെ ചെരുപ്പൊക്കെ വെക്കാൻ ഒരു കുഞ്ഞ് സ്റ്റാൻഡും കാര്യങ്ങളും ഉണ്ട്. ഒരു സൈഡിൽ ബാമ്പു കർട്ടനുണ്ട്. ഇത് സിറ്റ് ഔട്ടാണ്. അവിടെ കുറച്ച് കസാരയും പിന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. അതാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അത്ര തന്നെ അവിടെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡോറ്, ഇതാണ് മെയിൻ എൻട്രൻസ്. കാണുന്ന എൻട്രൻസ് വഴി കയറുമ്പം. അപ്പോൾ ഇത് നേരത്തെ ഒരു റൂമായിരുന്നു, അത് പിന്നെ ഇടിച്ചൊരു ലിവിങ് ഏരിയ ആയിട്ട് മാറ്റി. അവിടെ ഒരു സോഫയുണ്ട്, ചെറിയൊരു ടേബിളും ദിവാങ്കോട്ടും, പിന്നെ നമ്മുടെ TV ഇരിക്കുന്ന ഒരു സ്പേസും ഉള്ളത്, TV സ്റ്റാൻഡ്. അതിൽ നമ്മൾ അത്യാവശ്യം ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്ലോക്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന 2 കുഞ്ഞ് ചെടി കണ്ടോ, ഇത് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ ഞാനൊരു ജ്യൂസ് കുടിക്കുന്നത് കാണിച്ചില്ലേ, അതിൻ്റെ ആ ബോട്ടിലാണ്. അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വെള്ളം നിറച്ച് ചെടി ഇട്ട് വെച്ചേക്കുന്നത്. അപ്പം നല്ല ഭംഗിയാണ് അതങ്ങനെ വെക്കാനായിട്ട്. പിന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കൊണ്ട് ഇവിടെ അത്യാവശ്യം കുറച്ച് ഫോട്ടോ ഫ്രെയിംസും ഇച്ചിരി ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് TV സ്റ്റാൻഡ്. ഇനി ലിവിങ് ഏരിയയുടെ ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പഴയ കുറച്ച് സെറ്റിയൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഷോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലും നമ്മുടെ ഇപ്പോൾ കിട്ടിയ ഫ്രെയിമും അല്ലാത്ത കുറച്ച് ഫാമിലി ഫ്രെയിമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ. അതാണ് ഈ കാണുന്നത്, കണ്ട എൻഗേജ്മെൻറ്റിൻ്റെ പുതിയ ഫ്രെയിമാണത്. പിന്നെ നമ്മുടെ കുറേ 10ലും +2ലൊക്കെ കിട്ടുന്ന ട്രോഫിയും സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. പഴയ ഫോട്ടോസ്, പിന്നെ ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസ് പണ്ട് തൊട്ടുള്ളത്. 10ാം ക്ലാസ്സിൽ കിട്ടിയൊരു ഇതാണ്, ട്രോഫിയാണ് ആ കാണുന്നത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഭിത്തിയിൽ കുറച്ച് നമ്മൾ ചെറിയ ചെറിയ ഫ്രെയിംസ് ഇപ്പോൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇച്ചിരി കൂടെ ഭംഗിയുള്ളതാണ് ഈ വുഡൻ്റെ ബുദ്ധൻ്റെ പ്രതിമ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ലിവിങ് ഏരിയയിലുള്ളൂ. അടുത്തത് നമ്മൾ പോവുകയാണെങ്കിൽ ചെറിയൊരു ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ ഏരിയ. നമുക്കവിടെ ഒരു പഴയ ഒരു ഗ്ലാസ് ഇട്ടേക്കുന്ന ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഉണ്ട്. മുകളിലേക്ക് സ്റ്റെയർ ഉണ്ട്, പക്ഷെ മുകളിലൊന്നും ഇല്ല. അവിടെ ഉണങ്ങാൻ വേണ്ടി തുണിയൊക്കെ ഇട്ടേക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. നമുക്ക് റൂമിലൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, ഈ ഒരു ഒറ്റ കോമൺ ബാത്റൂമേ വീടിനകത്തുള്ളൂ, പിന്നെ പുറത്താണുള്ളത്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഹാളിലുള്ളത്. അവിടെയും ഇങ്ങനെ കർട്ടനൊക്കെ തൂക്കി ആ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയുള്ള ഡോർ ഓപ്പൺ ചെയ്യുന്നതാണ് എൻ്റെ റൂം. പ്രത്യേകിച്ചൊന്നുമില്ല. ആ കാണുന്ന ഫ്രെയിമൊക്കെ ഇല്ലേ, എൻഗേജ്മെൻറ്റ് ടൈമിൽ എൻ്റെ ഫ്രണ്ടൊക്കെ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ റൂമിൽ പിന്നെ ഒരു അലമാരയും ബെഡും അത്രയൊക്കെ തന്നെ ഉള്ളൂ. സിമ്പിൾ ഒരു സ്പേസാണ് എൻ്റെ റൂമെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 2 റൂമേ ഉള്ളൂ. നേരത്തെ 3 റൂമായിരുന്നു. ലിവിങ് ഏരിയയ്ക്ക് വേണ്ടി ഒരു റൂം ഇടിച്ച് കളഞ്ഞതാണ്. പിന്നെ ഈ റൂമിൽ ഇച്ചിരി മുകളിൽ സ്പേസ് ഉണ്ട്, സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്ന സ്ഥലമാണത്. ഇത്രയേ ഉള്ളൂ എൻ്റെ റൂം. പിന്നെ ഹോളിൽ നിന്ന് തന്നെ എൻട്രൻസ് വരുന്ന ഒരു റൂമും കൂടെ ഉണ്ട്, അതാണ് ഇപ്പുറത്ത് കാണുന്ന റൂം. അത് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ റൂമാണ്. ഞാൻ അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു വ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാണ് ആ റൂം. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഇവിടെ വാഷ് ബേസിൻ ഏരിയ ഉണ്ട് ഡൈനിങ് ഹാളിൽ.
അതിൻ്റെ അവിടെ ഒരു മിററുണ്ട്, എനിക്കിഷ്ടമാണ് ആ മിറർ. അതിൻ്റെയും കൂടെ ഒരു പിക്ക് എടുത്തു. ഇനി ഇവിടുന്ന് തന്നെ എൻ്റെ റൂമിൻ്റെ തൊട്ട് ഇപ്പുറത്തുനിന്നുള്ള ഡോറാണ് നമ്മൾ കിച്ചണിലോട്ട് പോകുന്നത്. ഇത് നമ്മൾ കിച്ചണിൽ വിളിക്കുമെങ്കിലും നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് വർക്ക് ഏരിയ തന്നെ വെച്ചിട്ടാണ്. ഇവിടെ ജസ്റ്റ് പാത്രങ്ങളും ഫ്രിഡ്ജും ഒക്കെ ഇരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. കണ്ടില്ലേ, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ. നമുക്ക് കബോർഡൊന്നും അങ്ങനെ ഇല്ല. നമ്മുടെ ആ ഒരു ജനൽ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. കബോർഡും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അതാണ് കിച്ചൺ. പിന്നെ അവിടുന്ന് തന്നെ വർക്ക് ഏരിയയിലോട്ട് കയറി. ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ, നമ്മുടെ ചിരകയൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്ന അവിടെ എക്സ്ട്രാ ഒരു ഡോറും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ ഷീറ്റ് ഇട്ട്, ഇങ്ങനെ മഴ പെയ്തിട്ട് ഡോറെല്ലാം നനയുന്ന കാരണം പുതിയ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പുറത്ത് കണ്ടതാണ് അവിടുത്തെ ബാത്റൂമും ഒരു ടോയ്ലറ്റും ഉണ്ട്, പിന്നെ കിണറും. ഇത് വീടിൻ്റെ പുറകുവശത്തൊരു ഷെഡ് പോലെ പണിഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു കട്ടിലും 2 അലമാരയൊക്കെ വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. നമ്മൾ ഈ മഴക്കാലത്ത് ഡ്രസ്സൊക്കെ ഉണക്കാൻ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് അതിൻ്റെ പുറകുവശത്തെ ഒരു വ്യൂ ആണ്. അതേ അവിടെ കുറച്ച് അലോവേറ നമ്മൾ അത്യാവശ്യം ഒരു പാത്രത്തിൽ നിറയെ ഉണ്ട്, ഇങ്ങനെ ആയി നിൽക്കുന്നു. മഴ പെയ്ത കാരണം ഇവിടെ എല്ലാം പോച്ചയൊക്കെ കിളിർത്ത് നിൽക്കും. എത്ര ക്ലീൻ ചെയ്താലും പെട്ടെന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇത് പാത്രം കഴുകുന്നൊരു സ്ഥലമാണ്. പിന്നെ ആ ഷെഡിൻ്റെയൊക്കെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. പിന്നെ വീടിൻ്റെ മതിലിൻ്റെ പുറകുവശത്ത് ജസ്റ്റ് കുറച്ച് അയ്യം, അങ്ങനെ കുറേ വാഴയും മരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് കിടക്കുന്നേ ഉള്ളേ. തൈ നിൽക്കുന്നതൊക്കെ ആത്തക്ക ചെടിയൊക്കെയാണ്. അങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇത്രയേ ഉള്ളേ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ എന്ന് പറയാനായിട്ട്. വലിയ ഇതൊന്നുമില്ല, സാധാരണ ഒരു സിമ്പിൾ വീടാണ്. ഞാൻ പിന്നെ ജസ്റ്റ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹോം ടൂർ വീഡിയോ എടുത്തതാണ്. ഇതെൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, അപ്പുറത്തെ സൈഡ്. അപ്പോൾ ഇത്രയാണ് ഹോം ടൂർ എന്ന് പറയാൻ. അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ഒരു ചെറിയ വീടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം.